ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങൂലേ ബനാന ബിസ്ക്കറ്റ്. ചെറുതും ഉണ്ടാവും, അത് വലുതും ഉണ്ടാവും. ഞാൻ ചെറിയ ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനൊന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മൈദ എടുത്തിട്ടുണ്ട്. മൈദയെല്ലാം അരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ നെയ്യ് വേണം, വാനില എസൻസ് വേണം, പിന്നെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാര പൊടിച്ചത്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഈ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് ഞാനിതെല്ലാം കുഴക്കുന്നത്. അപ്പം എല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കൗണ്ടർ ടോപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ്. ഒരിക്കലും കൂടി തുടച്ചേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നെയ്യാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ ശേഷമാണ് പഞ്ചസാര ഇടുന്നത്. ആദ്യം നെയ്യിടുക, എന്നിട്ട് പഞ്ചസാരയും കൂട്ടിയിട്ട്, ഇത് ബട്ടറിലാണ് അധികമാളും ആക്കുക. എൻ്റെ അടുത്ത് ബട്ടറില്ല, അതാണ് ഞാൻ നെയ്യ് എടുക്കുന്നത്. അപ്പം ഞാൻ നെയ്യ് വെച്ചിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഇത് സക്സസ് ആവുമോ എന്നൊന്നും എനിക്കറിയില്ല, ഞാനൊന്ന് നോക്കുന്നതാണ്. ആയാൽ ഓക്കെ. എനിക്കും പറയാനോ ആയി, ബട്ടറല്ല നെയ്യ് വെച്ചാലും ആവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നമുക്ക് പഞ്ചസാരപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുക. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് ക്യാമറ ശ്രദ്ധിക്കുന്നില്ല. കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പഞ്ചസാരേൻ്റെ പൊടി ഞാനെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഞാനിത് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇതാ ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെള്ളം പോലെയാവും, പഞ്ചസാരയും നെയ്യും കൂടി. കണ്ടോ, ഇതാ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കിതിലേക്ക് ഈ മുട്ട ഉടച്ചത് ഒഴിച്ച് കൊടുക്കാം. ഒരു മുട്ടയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതും നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം. അതിൻ്റെ ശേഷമാണ് നമുക്ക് മൈദ ഇട്ടിട്ട് അടിപൊളിയായിട്ട് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ മൈദ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം മൈദ കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് കുഴക്കട്ടെ. എത്രയാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം കുഴച്ചിട്ട് കാണിച്ചു തരാം. ഒരുപാട് ലെങ്തായി പോണ്ട. അപ്പോൾ ഇത് ഏകദേശം കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, ഒരുപാട് വേണ്ട. കുറച്ച് ഒഴിച്ച് കൊടുത്ത് അപ്പോൾ എന്നിട്ട് എല്ലാം കൂടി ആദ്യം വീണ്ടും കുഴക്കുക. എല്ലാടിയും മിക്സാകുന്ന തരത്തിൽ കുഴച്ചെടുക്കുക. ഇപ്പോൾ പാകത്തിനുള്ള കുഴയാണ്. കണ്ട, ഇതാ അധികം ലൂസും അല്ല, അധികം ടൈറ്റും അല്ല.
അങ്ങനത്തെ പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ എടുത്ത അഥവാ ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നോക്കുമ്പോൾ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം വന്നിട്ടില്ല. കണ്ടല്ലോ, പേടി ഒട്ടിപ്പിടിക്കാത്ത തരത്തിൽ കിട്ടിയില്ലേ. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് വേണം നമുക്ക് ചെറിയ ചെറിയ ബിസ്ക്കറ്റിൻ്റെ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിൽ നിന്ന് ചെറിയൊരു ഉരുള പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇങ്ങനത്തെ പരുവത്തിൽ ആക്കുക. എന്നിട്ടൊന്ന് പരത്തുക. കണ്ടല്ലോ, എന്നിട്ട് വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മളെ ബനാന ബിസ്ക്കറ്റിൻ്റെ രൂപം. അങ്ങനെ നമുക്കെല്ലാം ഇതേപോലെ ആക്കിയിട്ട് വെക്കാം. ഇങ്ങനെ എടുക്കുക, നമ്മളെ ഈ വിരലുമ്മലേക്ക് ഇങ്ങനെ വെക്കുക. കണ്ടല്ലോ, എന്നിട്ട് ഇങ്ങനെ എടുക്കുക, ഒന്ന് പരത്തി കൊടുക്കുക ഇവിടെ. അപ്പോൾ ബിസ്ക്കറ്റ് നല്ല റെഡിയായിട്ട് കിട്ടിക്കോളും. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാം എടുത്ത് വെക്കട്ടെ. കുറേശ്ശെ വിട്ടിട്ട് വേണം വെക്കാൻ, അധികം അടുപ്പിച്ച് വെക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ മിക്സ് ചെയ്തു. ഇനി ഇതിൻ്റെ മേലെ ഒന്ന് തടവി കൊടുക്കുക. ഇങ്ങനെ പാല് ചേർക്കാണ്ട് വേണ്ടിക്കലാക്കാം. ഞാനിപ്പം പാല് ചേർത്തിട്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ ഇതിന് നല്ല കളറ് കിട്ടും, അതിനാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ പുറത്ത് നല്ല കളറുണ്ടാവുമല്ലോ നമ്മൾ വാങ്ങുന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റിന്, ബനാന ബിസ്ക്കറ്റിന്. ഇതിന് ബനാനേൻ്റെ എസൻസ് എല്ലാം ആക്കി കൊടുക്കുക. എൻ്റെ അടുത്ത് പിന്നെ ബനാന എസൻസ് ഒന്നുമില്ല, അത് കാരണം ഞാൻ ആ എസൻസ് ഒന്നും ആക്കി കൊടുത്തില്ല. എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ആക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ഞാൻ ആക്കി കൊടുത്തു. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനൊരു ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ. അത് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാനിത് ഇറക്കി വെക്കുന്ന കാണിച്ചു തരാം. ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. എത്ര സമയം വരെ ഇത് എടുക്കും നമുക്ക് നോക്കാം. ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മളെ ബിസ്ക്കറ്റ് എന്തായി നോക്കാമല്ലോ. ഇതാ മേലെ കളറെല്ലാം മാറി അങ്ങനെ വന്നിട്ടുണ്ട്. ഒന്ന് തൊട്ട് നോക്കട്ടെ ആയോ. നല്ല കണ്ടീഷനായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വാങ്ങാം. നമ്മളെ ബിസ്ക്കറ്റ് ഇനി നമുക്ക് വാങ്ങാം. വാങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, ബനാന ബിസ്ക്കറ്റ് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് തണിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ഇത് എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലിട്ടിട്ട് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഞാൻ തണിഞ്ഞിട്ടൊരു പാത്രത്തിലിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, തണിഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചു ബനാന ബിസ്ക്കറ്റ്. കണ്ടല്ലോ, ഇതാ ഒന്നും കരിഞ്ഞിട്ടുമായിട്ട് ഒന്നുമില്ല, നല്ല അടിപൊളി ബിസ്ക്കറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഉണ്ടാക്കിയിട്ട് കഴിക്കാം ബനാന ബിസ്ക്കറ്റ് വീട്ടിൽ. ഓവനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതാണ് ഞാനിതാ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത്. നല്ല സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, ഒരിക്കലും ഡ്രോപ്പായിട്ടില്ല. കണ്ടല്ലോ, ഇതാ എല്ലാ ബിസ്ക്കറ്റും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടീന്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.